എന്തോ ആരോഗ്യ പോലെ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, സത്യത്തിൽ എനിക്ക് ഇന്നത്തെ വീഡിയോ എന്ത് പറയണം, എങ്ങനെ ഇടണം എന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എന്നാലും പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരാഴ്ച എങ്ങനെയല്ലേ ആയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഇതിനു മുന്നേ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പണ്ട് ഒരു എത്രയായി, കുറച്ച് മുന്നേ. അപ്പോൾ അതിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. എൻ്റെ പഴയ ഫോൺ പോയപ്പോഴത്തേനും ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. അപ്പോൾ ആ ഫോൺ വാങ്ങിയപ്പോഴത്തേനും ഞാൻ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്തു. അതായത് ഇങ്ങോട്ടേക്ക് മാറ്റുമല്ലോ, അങ്ങനെ മാറ്റി. അപ്പോൾ എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യണ്ടേ, അതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയ സമയത്ത് ഞാനത് റിക്കവർ ചെയ്ത് എടുക്കണമല്ലോ, ഈ ഫോണിൽ നിന്ന് എടുക്കണ്ടേ. അപ്പോൾ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ നിന്ന് അത് പെർമനൻ്റ്ലി ഡിലീറ്റ് ആയിപ്പോയി. കാരണം അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അറിയാണ്ട് ഇതാക്കി പോയതാണ്. അപ്പം ഇപ്പം ഞാനൊരു പുതിയ ചാനൽ തുടങ്ങി. പക്ഷേ ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും കൊള്ളുവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടി പറയുന്നതും അല്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, പക്ഷെ എൻ്റെ കൂടെ അത്രയ്ക്ക് ഇതായിട്ട് നിന്ന് എൻ്റെ ഫ്രണ്ട്സാണ്. എന്നുവെച്ചാൽ എന്താ പറയുക, കുറച്ച് ആൾക്കാർ അവരൊരു ഗ്യാങ് ആണ് സത്യത്തിൽ. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരൊന്നും വിചാരിക്കരുത്, അവരാണെന്ന് ചിന്തിക്കരുത്. എന്തോ ആരോഗ്യ പോലെ. അപ്പോൾ അവർ ചിന്തിക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നെഗറ്റീവ് മാത്രം. അവർ പറയുന്നതോ ഫുൾ നെഗറ്റീവ്. അവരിങ്ങനെ പറയുക, നീ വീഡിയോ ഇട്ടാലെല്ലാം ആവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, നീ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നേരെയാവുമെന്ന് തോന്നുന്നുണ്ടോ. ഞാനിത് നമ്മൾ ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. പക്ഷെ ഞാനിങ്ങനെ തുടങ്ങും, ചിലപ്പോൾ നിർത്തും. എൻ്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ നിർത്തിപ്പോകുന്നതാണ്. എന്നുവെച്ചാൽ ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ആ സമയത്ത് എനിക്ക് മാംഗ്ലൂർ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പം അങ്ങനെ പോയി, അവിടെ നിന്ന് എനിക്ക് ക്ലാസ്സിനെല്ലാം പോകുന്നുണ്ട്, എനിക്ക് പറ്റിയില്ല, അതങ്ങനെ പോയി. അതിന് ശേഷം ഞാൻ പിന്നെ ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ജോലി സ്ഥലത്തായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അങ്ങനെ പോയി, അങ്ങനെ പറ്റിയില്ല. അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ വീഡിയോസ് ഇടാൻ പറ്റാണ്ടായിപ്പോയത്. അപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാലും അങ്ങനെ എന്നുള്ള ആ ഒരു മൈൻഡിലാണ് അവരും പറയുന്നത്. പക്ഷേ നെഗറ്റീവ് മാത്രം. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് സത്യത്തിൽ എൻ്റെ ഫ്രണ്ട്സിന് അതുപോലെ കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പറയണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയേ അല്ല. പക്ഷേ എന്തായാലും അവരെൻ്റെ വീഡിയോ കാണുന്നറിയാം. എനിക്ക് അവരുടെ അടുത്ത് പേഴ്സണലി അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോസ് എന്തായാലും അവർ കാണുന്നറിയാം. എന്നെ കുറ്റം പറഞ്ഞാൽ അവരെന്തായാലും എൻ്റെ വീഡിയോസ് കാണാതെ ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിരുന്നത്. സത്യം നമുക്ക് പറയാം. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കല്ലോ ആരാ. പക്ഷെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് മാത്രം അറിയാം, അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല അത് ആരാണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം. പക്ഷെ എനിക്കങ്ങനെ അവരുടെ പേരെടുത്ത് പറയാൻ അതിനൊന്നും താല്പര്യമില്ല. കാരണം അവരുടെ അഭിപ്രായം പറയുന്നത് മാത്രമേ. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്ന എൻ്റെ കൂടെ അത്ര സപ്പോർട്ടായിട്ട് നിന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ പറയുന്നു ഞാൻ പെട്ടെന്ന് വിചാരിച്ചില്ല. അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുമായിരിക്കും. ഞാൻ അവരങ്ങനെയല്ല വിചാരിച്ചത്. കാരണം ഞാൻ വിചാരിച്ചു അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ ആൾക്കാരായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയേ. എന്നോട് ചോദിക്കൽ എങ്ങനെയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്കെല്ലാം റീച്ച് കിട്ടുന്നു, ഇങ്ങനെ ഒരു ആക്കി നമ്മളടുത്ത് സംസാരിക്കില്ലേ, നമ്മളൊന്നുമല്ല അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ സംസാരിക്കൂലേ, അതുപോലെയാണ് അവർ സംസാരിക്കും. പെട്ടെന്ന് എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാൻ വെച്ചത് എന്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നേ, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് തരണമെന്നില്ല, അല്ലെങ്കിൽ അവർ പറയാലോ ആടാ നീ വീഡിയോസ് ഇട് നല്ലതല്ലേ അങ്ങനെ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസിലാണ് ഭയങ്കര ഇഷ്ടമാട്ടാ. വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഇങ്ങനെ വീഡിയോസിൻ്റെ മുന്നിലൊക്കെ വന്നിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ തുടങ്ങിയത്. അപ്പം തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചാലാണെങ്കിലും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സത്യം പറയാൻ അച്ഛനും അമ്മ ഏട്ടൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്നോട് പറയും നീ വീഡിയോസ് ഇടുമ്പോൾ എന്നോട് പറയണേ, ഞാൻ കാണാം എന്നിട്ട് പറയും. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് സത്യത്തിൽ. അപ്പം ഞാൻ എന്താ പറയുക, എന്നെ ഇഷ്ടപ്പെടുന്നവരെപ്പോഴെങ്കിലായിട്ട് എൻ്റെ വീഡിയോസ് കാണുമല്ലോ, അവർ കണ്ടാൽ മതി. പക്ഷെ കാണണം, എല്ലാവരും കണ്ടോളൂ. അവരവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അതിലിടയ്ക്ക് ഇപ്പം തെറ്റ് പറയാനൊന്നും പറ്റൂല. അവരവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും എന്താ പറയുക, നെഗറ്റീവ്സ് എല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും എന്ന് എനിക്കറിയാം. പക്ഷെ എന്താ പറയുക, എന്നാലും എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമേ എനിക്ക് അത്ര വിഷമം വന്നിട്ട്, അല്ലെങ്കിൽ ഞാനത്
നെവർ മൈൻഡ് എന്നുള്ളൊരു ഇതിൽ വിടുമായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമം. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത് അവർ കേൾക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അവർ കാണാൻ വേണ്ടി മാത്രമാണ്. ഞാൻ അവരിൽ നിന്ന് ഇതൊന്നല്ല പ്രതീക്ഷിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണലി വേദനിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ ഉദ്ദേശിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരോടത്തും ഞാൻ സോറി പറയാൻ കാരണം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതായിട്ട് പറയുന്നതല്ല. കാരണം അങ്ങനെ ഒരാളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ നെഗറ്റീവ് അടിച്ച് മാറ്റി നിർത്താതെ കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് അവർ നന്നായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. അല്ലാണ്ട് ഒരിക്കലും അവരെ നെഗറ്റീവ് അടിച്ച് ഇത് മാറ്റരുത്. അപ്പോൾ എന്താ പറയാനുള്ളത്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അയ്യോ ഓക്കെ, അപ്പം ശരി എന്നാലും ഓക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും, മറക്കല്ലേ.